അതിനൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ്. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടാക്കില്ലേ, അതുപോലത്തെ ടേസ്റ്റുള്ള ഉപ്പുമാവാണ് കേട്ടോ. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരട്ടെ. പിന്നെ കറിവേപ്പില, ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇഞ്ചി അരിഞ്ഞതും പിന്നെ പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഈ ഉപ്പുമാവിന്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ട് അത് പൊടിയായിട്ട് അരിഞ്ഞത്, അത് ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. അതിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുക. പിന്നെ സവാള ഇട്ടത് ഒരു 2 മീഡിയം സൈസ് സവാള ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് മൂക്കട്ടെ. ഇനി ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ട് ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഇത് വേഗം മുരിഞ്ഞിട്ടില്ല. ഇനി അതിലേക്ക് ഉപ്പുമാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ അതും കൂടെ ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. അതിന് ശേഷം നമ്മൾ 2 കപ്പ് റവ എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. അത് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിലിട്ടിട്ട് ഇങ്ങനെ റവ കടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടണ പോലെ കിട്ടില്ലേ, അതുപോലെ ആ പരുവം വേണം. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. 1-2 ടീസ്പൂൺ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. റവ നന്നായിട്ട് വറുത്ത് മൂത്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് 4 കപ്പ് നാളികേരപ്പാലാണ് ഇട്ടത്. നാളികേരപ്പാൽ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് ചൂടോടുകൂടി തന്നെ ഇതിലൊഴിച്ച് കൊടുക്കുക. തണുത്ത പാൽ ഒഴിക്കണ്ട, ചൂടുള്ള പാൽ ഒഴിക്കണം. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് ഒരു 1/4 കപ്പ് എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് 3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തുറന്നു കഴിഞ്ഞാൽ അതേ നമ്മുടെ സൂപ്പർ ഉപ്പുമാവ് റെഡിയായി. നല്ല ഹെൽത്തി ഉപ്പുമാവല്ലേ. ഗ്രീൻ പീസൊക്കെ ഇട്ട്, ഇതിലപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി അതും കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഈ ഗ്രീൻ പീസ് ഉള്ളതുകൊണ്ട് പിന്നെ മറ്റേതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല സ്വാദാണ്, നല്ല സോഫ്റ്റാണ് ഈ ഉപ്പുമാവ്.